2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനിക വിശ്വകർമ്മ. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനിക വിശ്വകർമ്മ. ഇവർ ഒരു ശാസ്ത്രീയ നർത്തകിയും ചിത്രകാരിയും ന്യൂറോനോവ എന്ന സംഘടനയുടെ സ്ഥാപകയുമാണ്. 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മനിക വിശ്വകർമ്മ. അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യം HAB-1. ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് HAB-1. മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിന്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനാണ് ഈ ദൗത്യം ആരംഭിച്ചത്. അപ്പോൾ അടുത്തിടെ ലഡാക്കിൽ ISRO ആരംഭിച്ച അനലോഗ് ബഹിരാകാശ ദൗത്യമാണ് HAB-1. ഡിജി കേരളം പദ്ധതിയിലൂടെ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 21. ഡിജി കേരളം പദ്ധതിയിലൂടെ കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 ഓഗസ്റ്റ് 21. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കിയ ഡിജി കേരളം പദ്ധതി വഴിയാണ് ഈ നേട്ടം കൈവരിച്ചത്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയാണ്. അവരുടെ അമ്മയായ മേരി റോയിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയി. നാസ അടുത്തിടെ കണ്ടെത്തിയ യുറാനസിന്റെ 29ാമത്തെ ഉപഗ്രഹം S2025U1. നാസ അടുത്തിടെ കണ്ടെത്തിയ യുറാനസിന്റെ 29ാമത്തെ ഉപഗ്രഹമാണ് S2025U1. പ്രഥമ കേരള ഏവിയേഷൻ ഉച്ചകോടിയുടെ വേദി കൊച്ചി. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്രം. വനിതാ ശിശുവികസനം, സാമൂഹിക നീതി, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, പോലീസ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്നാണ് സുരക്ഷാമിത്രം പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്രം. രാജ്യത്തെ ഏറ്റവും വലുതും ആധുനികവുമായ കേന്ദ്ര ലൈബ്രറി നിലവിൽ വരുന്നത് അമരാവതി. 2025 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ വേദി ടിയാൻജിൻ, ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധവിമാനം കാലഭൈരവ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധവിമാനം കാലഭൈരവ്. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ വിമാനത്തിന് 30 മണിക്കൂർ വരെ പ്രവർത്തിക്കാനും 3000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും കഴിയും. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ വിമാനത്തിന് 30 മണിക്കൂർ വരെ പ്രവർത്തിക്കാനും 3000 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനും കഴിയും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ AI പവേർഡ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് യുദ്ധവിമാനമാണ് കാലഭൈരവ്. 2025 ഡ്യൂറൻ കപ്പ് ഫൈനലിൽ വിജയിച്ച ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. 2025 ഡ്യൂറൻ കപ്പ് ഫൈനലിൽ വിജയിച്ച ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഫൈനലിൽ ഡയമണ്ട് ഹാർബറിനെ 6-1 പരാജയപ്പെടുത്തി. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പഴക്കമുള്ളതും ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ളതുമായ ഡ്യൂറൻ കപ്പിന്റെ 134ാമത് പതിപ്പായിരുന്നു ഡ്യൂറൻ കപ്പ് 2025. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും പഴക്കമുള്ളതും ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതുമായ ഡ്യൂറൻ കപ്പിന്റെ 134ാമത് പതിപ്പായിരുന്നു ഡ്യൂറൻ കപ്പ് 2025. 1888 മുതൽ നടക്കുന്ന ഇന്ത്യൻ സായുധ സേന സംഘടിപ്പിച്ച ടൂർണമെന്റ് ഇന്ത്യൻ ആഭ്യന്തര ഫുട്ബോൾ സീസണിന്റെ പരമ്പരാഗത തിരശ്ശീല ഉയർത്തൽ കൂടിയാണ്. അപ്പോൾ 1888 ഇന്ത്യൻ സായുധ സേനയാണ് ഡ്യൂറൻ കപ്പ് ആദ്യമായി ആരംഭിച്ചത്. ഈ ഡ്യൂറൻ കപ്പാണ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ സീസണിന്റെ കർട്ടൻ റൈസറായിട്ട് കരുതപ്പെടുന്നത്. ഇതിന്റെ 134ാമത്തെ എഡിഷനാണ് 2025 നടന്നത്. വിജയികളായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്.
അടുത്തിടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് സുന്ദർബൻസ് ടൈഗർ റിസർവ് ആണ്. അടുത്തിടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് സുന്ദർബൻസ് ടൈഗർ റിസർവ് ആണ്. റീതിങ്കിങ് ഹോംസ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ സ്ഥാപനം നീതി ആയോഗ്. റീതിങ്കിങ് ഹോംസ്റ്റേസ് നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം നീതി ആയോഗ്. ഇന്ത്യയുടെ അടുത്ത US അംബാസഡറായി നിയമിതനാകുന്നത് സെർജിയോ ഗോൾ ആണ്. സെർജിയോ ഗോൾ. ഇന്ത്യയുടെ അടുത്ത US അംബാസഡറായി നിയമിതനാകുന്നത് സെർജിയോ ഗോൾ. സെർജിയോ ഗോൾ. 2025 50ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി വയലാർ രാമവർമ്മ. 2025 50ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയാണ് വയലാർ രാമവർമ്മ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ്. ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഗ്രാൻഡ് കാനിയൻ പാലം. ഗ്രാൻഡ് കാനിയൻ പാലം. ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഗ്രാൻഡ് കാനിയൻ പാലം. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഭുവനേശ്വർ, ഒഡീഷ. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം നിലവിൽ വരുന്നത് ഭുവനേശ്വർ, ഒഡീഷ. 4ാമത് സെമികോൺ ഇന്ത്യ 2025 വേദി ന്യൂഡൽഹി. 4ാമത് സെമികോൺ ഇന്ത്യ 2025 വേദി ന്യൂഡൽഹി. മൈക്രോ ഇലക്ട്രോണിക്സിലും സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിലും രാജ്യത്തിന്റെ വളർന്നുവരുന്ന കഴിവുകളും അഭിലാഷങ്ങളും പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. മൈക്രോ ഇലക്ട്രോണിക്സിലും സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിലും രാജ്യത്തിന്റെ വളർന്നുവരുന്ന കഴിവുകളും അഭിലാഷങ്ങളും പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ, ജപ്പാൻ ആണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ടോക്കിയോ, ജപ്പാൻ. ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ്. ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. 2025 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കിരീടം നേടിയത് വീയപുരം ചുണ്ടനാണ്. വീയപുരം ചുണ്ടൻ. 2025 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ കിരീടം നേടിയത് വീയപുരം ചുണ്ടൻ. രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ പി ബലറാം ആണ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ പി ബലറാം. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ബാങ്ക് റൈറ്റ് ബാങ്ക്. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ബാങ്ക് റൈറ്റ് ബാങ്ക്. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബർ ആണ്. ജൂലിയൻ വെബർ. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബർ ആണ്. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേലാണ്. 2025 ഓഗസ്റ്റിൽ IMF എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഊർജിത് പട്ടേലാണ്. 2025 ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്ത. മഹേന്ദ്ര മോഹൻ ഗുപ്ത. 2025 ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്ത. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ഫോൺ വഴി വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനം ബീഹാർ. രാജ്യത്തെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഷാഹിദാബാദ്, UP. രാജ്യത്തെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് ഷാഹിദാബാദ്, UP. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ NGO ആണിത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ NGO ആണിത്. പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എന്താണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്ന സംഘടന? പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ്. ഇന്ത്യയിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന, അതായത് രമൺ മാഗ്സസെ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ NGO ആണിത്.
കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻസ് സേഫ്റ്റി പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊഹിമയാണ്. കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻസ് സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊഹിമ, 2ാം സ്ഥാനം വിശാഖപട്ടണം, 3ാം സ്ഥാനം ഭുവനേശ്വർ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം വനിതകൾക്ക് കൊഹിമയാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം വിശാഖപട്ടണം, 3ാം സ്ഥാനം ഭുവനേശ്വർ ആണ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കലാകാരി വിദുഷി വി. ദീക്ഷ. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ കലാകാരി വിദുഷി വി. ദീക്ഷ. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഐസ്ലാൻഡ് ആണ്. 2025 ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഐസ്ലാൻഡ് ആണ്. 2ാം സ്ഥാനം അയർലാൻഡ്, 3ാം സ്ഥാനം ന്യൂസിലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുക 39.5 കോടി രൂപയാണ്. റണ്ണറപ്പിന് 19.7 കോടി രൂപ. പങ്കെടുക്കുന്ന എല്ലാ ടീമിലും 22 ലക്ഷം രൂപ വീതം ലഭിക്കുന്നു. ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുകയാണ് 39.5 കോടി രൂപ. റണ്ണറപ്പിന് 19.7 കോടി രൂപ. പങ്കെടുക്കുന്ന എല്ലാ ടീമിനും 22 ലക്ഷം രൂപ വീതം ലഭിക്കുന്നു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ലോക ചാമ്പ്യൻഷിപ്പിൽ 2026 പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ന്യൂഡൽഹി, ഇന്ത്യ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ലോക ചാമ്പ്യൻഷിപ്പിൽ 2026 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചരക്ക് സേവന നികുതിയിലെ സമഗ്ര മാറ്റങ്ങൾ, അതായത് GSTയിലെ 2025 വന്ന മാറ്റങ്ങൾ. GST 2.0 എന്ന പേരിലാണ് ഇത് പ്രഖ്യാപിച്ചത്. GST 2.0 എന്ന പേരിലാണ് ഇത് പ്രഖ്യാപിച്ചത്. 12-28 സ്ലാബുകൾ ഒഴിവാക്കി 40% സ്ലാബ് ചേർത്തു. 12-20 സ്ലാബുകൾ ഒഴിവാക്കി 40% സ്ലാബ് ചേർത്തു. ലോട്ടറി, ചൂതാട്ടം, ബെറ്റിംഗ്, കുതിരപ്പന്തയം, പുകയില, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതി 40%. ലോട്ടറി, ചൂതാട്ടം, ബെറ്റിംഗ്, കുതിരപ്പന്തയം, പുകയില, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതി 40%. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതിയില്ല. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതിയില്ല. ചരക്കു സേവന നികുതിയിൽ നിലവിലുള്ള 12-28 സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും 5-18 സ്ലാബുകളിലേക്ക് മാറ്റി. ചരക്കു സേവന നികുതിയിൽ നിലവിലുള്ള 12-28 സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും 5-18 സ്ലാബുകളിലേക്ക് മാറ്റി. 2025 സെപ്റ്റംബർ 22 മുതലാണ് GST 2.0 നിലവിൽ വന്നത്. 2025 സെപ്റ്റംബർ 22 മുതൽ. ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം ആണ്. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. റണ്ണറപ്പായത് ജാനിക് സിനർ ആണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്കയാണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക. റണ്ണറപ്പ് അമാൻഡ അനിസിമോവയാണ്. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻകാരനാണ്. റണ്ണറപ്പ് ജാനിക് സിന്നർ ആണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക, ബെലാറസ് ആണ്. റണ്ണറപ്പ് അമാൻഡ അനിസിമോവ, USA. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. നീളം 14.57 കിലോമീറ്റർ ആണ്. നീളം 14.57 കിലോമീറ്റർ. ഋഷികേശ്,
കർണപ്രയാഗ് റെയിൽ പദ്ധതിയുടെ ഭാഗമാണിത്. ഋഷികേശ് കർണപ്രയാഗ് റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ജനസു തുരങ്കം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്. ചൊവ്വയിൽ കണ്ടെത്തിയതിന് സമാനമായ ജെറോസൈറ്റ് ധാതു ഇന്ത്യയിൽ കണ്ടെത്തിയ പ്രദേശം കച്ച്, ഗുജറാത്ത്. ചൊവ്വയിൽ കണ്ടെത്തിയതിന് സമാനമായ ജെറോസൈറ്റ് ധാതു ഇന്ത്യയിൽ കണ്ടെത്തിയ പ്രദേശം കച്ച്, ഗുജറാത്ത്. ISRO വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത മൈക്രോ ചിപ്പാണ് വിക്രം 32. ISRO വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത മൈക്രോ ചിപ്പ് വിക്രം 32. രാജ്യത്തെ ആദ്യത്തെ നഗര നയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ നഗര നയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നതാണ് ഇ-സമൃദ്ധ. കേരളത്തിലെ മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇ-സമൃദ്ധ. ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലോൺ ആണ്. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ലഫ്റ്റനന്റ് ജനറൽ KJS ധിലോൺ ആണ്. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈന. അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയ മുറികൂടി പച്ചിലയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം ആക്ടിയോസിഡ് സംയുക്തം. ആക്ടിയോസിഡ് സംയുക്തം. അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയ മുറികൂടി പച്ചിലയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകമാണ് ആക്ടിയോസിഡ് സംയുക്തം. ആക്ടിയോസിഡ് സംയുക്തം. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. 2025 സെപ്റ്റംബറിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളായ പഞ്ചാബ്, ഹിമാചൽ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ പിന്തുണ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. രാജ്യത്തെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. അൽബേനിയ. രാജ്യത്തെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. സൂര്യൻ എന്നർത്ഥം വരുന്ന ഡിയെല്ല എന്നാണ് ഡിജിറ്റൽ അസിസ്റ്റന്റിന് പേരിട്ടിരിക്കുന്നത്. സൂര്യൻ എന്നർത്ഥം വരുന്ന ഡിയെല്ല എന്നാണ് ഡിജിറ്റൽ അസിസ്റ്റന്റിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ അഴിമതി രഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ. 2025 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ജേതാവ് ചൈന. 2025 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ജേതാവ് ചൈന. റണ്ണറപ്പ് ഇന്ത്യ. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.